സാ രാമചന്ദ്ര വാഹ്പായാൽ. വണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. സൂര്യവംശാലങ്കാരഭൂതനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണവധം പ്രതിജ്ഞ ചെയ്ത് കൃതപ്രതിജ്ഞന്മാരായിരിക്കുന്ന വാനരവീരന്മാരോടുകൂടി തെക്കേ സമുദ്രതീരത്തെ പ്രാപിച്ച് സേതു ബന്ധിപ്പിച്ച് തൽ സേതുവിന്മേൽ കൂടി വിഭീഷണനെ മുമ്പിൽ നടത്തി ലങ്കാദ്വീപത്തെ പ്രാപിച്ച് പടവീടും കെട്ടി സേനാനിവേശം ചെയ്തു വർത്തിക്കുന്ന കാലത്തിങ്കിൽ രാവണനാൽ നിയോഗിക്കപ്പെട്ട ശുഖസാരണന്മാർ വന്നുപോയതിൻ്റെ ശേഷം സുഗ്രീവനോട് ഇപ്രകാരം ഓരോരോ വാക്കുകളെ അരുളി ചെയ്യൂടം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്: ദൂതോ ഗച്ഛതു ബുദ്ധിദാന നിപുണ പുത്രോംഗദോ ബാലിന പൗലസ്ത്യസ്യ ഹിതം ബ്രവീതു സഹസാ സീതാ പരിത്യജ്യതാം. രാമം തം ശരണം ഭജേതി വചനം നന്വിഷ്യത്തെ തന്ന ചേൽ നൂനം തർഹി വിഭീഷണം ദശമുഖസ്ഥാനേഭിഷിഷ്യാമ്യഹം. ഗച്ഛതു, ദൂതൻ ഗമിക്കട്ടെ. സുഗ്രീവാഹ, രാക്ഷസ ചക്രവർത്തിയായിട്ടുള്ള രാവണന്റെ സമീപത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കണം. ഇതെന്താ അങ്ങനെ പറയാൻ? എന്താണെങ്കിൽ ഇപ്പോ വാനരന്മാർ മുഴുവൻ യുദ്ധസന്നദ്ധന്മാരായിട്ട് ഇവിടെ ഇരിക്കുക. ഇവിടെ ഉള്ള ആളുകൾ മുഴുവൻ നാളെ അങ്ങോട്ട് യുദ്ധം തുടങ്ങാം എന്ന് പറഞ്ഞു. അതിനെ ഒരുങ്ങി യുദ്ധോത്സുകന്മാരായിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കണം. ഇന്ന് യുദ്ധം തുടങ്ങാന്ന് പറഞ്ഞതല്ലേ? പിന്നെ എന്താ ഇപ്പോൾ യുദ്ധം വേണ്ട, ഒരു ദൂതനെ പറഞ്ഞേക്കണം രാവണൻ്റെ സമീപത്തേക്ക് എന്ന് പറയാനായിക്കൊണ്ട് എന്നാണെങ്കിൽ, ഇന്നലെ രാത്രികാലത്തിങ്കിൽ ഈ ത്രികൂടം പർവ്വതത്തിൻ്റെ ഉപരിഭാഗത്തിങ്കിൽ കയറി ഞാൻ ഈ ലങ്കാരാജധാനി മുഴുവൻ ഒന്ന് നോക്കിക്കണ്ടു. അങ്ങനെ നോക്കിക്കണ്ടപ്പോൾ ഈ രാജധാനിയുടെ വൈശിഷ്ട്യം, ഐശ്വര്യം ഒക്കെ എനിക്ക് മനസ്സിലായി. ജനങ്ങൾ മുഴുവൻ സന്തോഷത്തോടു കൂടി കഴിയല്ലേ. ഇവിടെ എങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നിരപരാധികളായിരിക്കുന്ന പ്രജകൾ ക്ലേശിക്കും എന്ന് മാത്രമല്ല, വളരെ ആലോചിക്കേണ്ടതായിട്ടുള്ള ഒന്നുകൂടി ഉണ്ട്. അതെന്താ? ജനാപവാദം. കുറേ കാലം കഴിയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ മറ്റൊരഭിപ്രായം ഉണ്ടായേക്കാം. എടോ, രാമൻ കുറെ കൂടിയൊക്കെ ആലോചിച്ചിട്ട് മതിയായിരുന്നു. എന്താലോചിച്ചിട്ട് മതിയായിരുന്നു എന്ന്? അല്ല, രാവണനെയും രാക്ഷസ വംശത്തെയൊക്കെ ഇല്ലാണ്ടാക്കില്ലേ, മുടിച്ചില്ലേ? അത് കുറെ കൂടിയൊക്കെ ആലോചിച്ചിട്ട് മതിയായിരുന്നു. അതെന്താ പറ്റ എനിക്ക് അങ്ങനെ തോന്നാൻ? എടോ, ആ രാമൻ്റെ ഭാര്യ സീതയെ രാവണൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാട്ടിൽ സീതയെ മാത്രമാക്കിയിട്ട് അവർ രണ്ടാളും കൂടി എവിടേക്കോ പോയി. രാവണൻ ത്രൈലോക്യ സഞ്ചാരം നടത്തുമ്പോൾ അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ അവിടെ നിരാലംബയായിട്ടൊരു വനത്തിലിരിക്കുന്നത് കണ്ടപ്പോൾ രാവണൻ ത്രൈലോക്യനാഥനല്ലേ, സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഇപ്പോഴുണ്ടേ. അങ്ങനെ ഒരു ഉപദ്രവം ഞാൻ ത്രൈലോക്യനാഥനായിട്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട്. അങ്ങനെ പിടിച്ചു വലിച്ചു അവിടെ കൊണ്ടുചെന്ന് ഇരുത്തിയത് നല്ല ക്ഷയിട്ടാ. പക്ഷേ രാമൻ അതിന് അങ്ങനെയല്ല വിചാരിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? വാനര സൈന്യങ്ങളെയും കൂടെ കൂട്ടി ലങ്കയിൽ ചെന്ന് രാവണനെയും രാക്ഷസ വംശത്തെയും ഇല്ലാണ്ടാക്കി. അത് രാമൻ ചെയ്തത് നന്നായില്ല. രാവണനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വാനര സൈന്യങ്ങളെയും കൂടെ കൂട്ടി ലങ്കയിൽ ചെന്ന് രാവണനെയും രാക്ഷസ വംശത്തെയും ഇല്ലാണ്ടാക്കി. അത് രാമൻ ചെയ്തത് നന്നായില്ല. രാവണനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നീ രാമനെ നേരിട്ട് പറയാൻ വിഷമമുണ്ടെങ്കിൽ അവിടെ അനവധി കുരങ്ങന്മാരുണ്ട്, അനവധി ഉണ്ടേ. അതൊന്ന് ഒരുത്തനെ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു വെച്ചാൽ അവനെങ്കിലും ഒന്ന് പോയി പറയായിരുന്നു. അങ്ങനെ പറഞ്ഞു വെച്ചാൽ രാവണൻ സീതയെ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. അത് രാമൻ ചെയ്തില്ല. അതുകൊണ്ട് രാമനാണ് അബദ്ധം ചെയ്തത്, യുദ്ധം ഉണ്ടാക്കിയത്, യുദ്ധവ്യഗ്രതയാണ് രാമൻ കാട്ടിയത് എന്ന് ജനാപവാദമുണ്ടാവും. അതുകൊണ്ട് സുഗ്രീവ, ദൂത ഗച്ഛതു, ഒരു ദൂതനെ
പറഞ്ഞേക്കണം. രാവണൻ നയജ്ഞനോ ദണ്ഡ്യനോ എന്നറിയാനാണ് ഒരു ദൂതനെ പറഞ്ഞേക്കേണ്ടത്. അടാരാ ദൂതനായിട്ട് പോകേണ്ടത് എന്നാണെങ്കിൽ ബാലിന പുത്ര അംഗദ ദൂത ഗച്ഛതു. ബാലിയുടെ പുത്രനായിട്ടുള്ള അംഗദനെ ദൂതനായിട്ട് പറഞ്ഞേക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതെന്താ കാരണം എന്നാണെങ്കിൽ ദൂതന്മാർ പല തരത്തിലുണ്ട്. ഉത്തമന്മാർ, മധ്യമന്മാർ, അധമന്മാർ, അങ്ങനെ ഉണ്ട്. അതിൽ ഉത്തമനായിട്ടുള്ള ദൂതനെ വേണം ഒരു ദിക്കിലേക്ക് പറഞ്ഞേക്കാൻ. ഉത്തമനായിട്ടുള്ള ദൂതൻ്റെ പ്രത്യേകത എന്താ? ബുദ്ധിദാന നിപുണ. ബുദ്ധിയെ ദാനം ചെയ്യുന്നതിൽ നൈപുണ്യം ഉണ്ടാവും. അംഗദൻ ബുദ്ധിദാന നിപുണനാണ്. അതിനുള്ള വശതയും കൗശലമൊക്കെ ഉണ്ട് അംഗദനെ. എന്ന് മാത്രമല്ല ബാലിയുടെ പുത്രനാണ്. അതുകൊണ്ട് അംഗദനെ ദൂതനായിട്ട് പറഞ്ഞേക്കണം. അംഗദൻ പോയാൽ മതി. എന്ന് മാത്രമല്ല അവിടെ ചെന്ന് എന്താ വേണ്ടത്? പൗലസ്ത്യസ്യ ഹിതം ബ്രവീരു. രാവണന് ഹിതം പറയണം. രാവണന് ഹിതാണ് പറയേണ്ടത്. ഹിതം എന്ന് പറഞ്ഞാലോ കേൾക്കാൻ ഇഷ്ടമുള്ളത്, അങ്ങനെയാണ് ധരിച്ചേക്കണത് അല്ലേ? ഹിതം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ രസമുള്ളത്. എന്നാൽ അങ്ങനല്ല, കേൾക്കാൻ ഇഷ്ടമുള്ളതല്ല ഹിതം. ഹിതം എന്ന് പറയണത് ഹിതം വെച്ചാൽ ശ്രേയസ്കരായിട്ടുള്ളതാണ്. ശ്രേയസ് ഉണ്ടാക്കണതുണ്ടോ അതാണ് ഹിതം. രാവണന് ശ്രേയസ് ഉണ്ടാവണത് പറയണം. ഇതെന്താ? സീതാംബരിത്യജ്യതാം. സീതയെ ഉപേക്ഷിക്കണം. ആ സീതയെ ഉപേക്ഷിക്കണം. എപ്പോഴാണ് ഉപേക്ഷിക്കേണ്ടത്? സഹസാ പരിത്യജ്യതാം. വേഗം ഉപേക്ഷിക്കണം. ഇനി അതിനൊരു അമാണ്ടം ഉണ്ടാവരുത്. ഇനിയൊരു ഇടതാമസം ഉണ്ടാവരുത്. ഏതെങ്കിലും ഒരു കാലത്ത് സീതയ്ക്ക് പ്രായമൊക്കെയായി, വായിലെ പല്ലൊക്കെ കഴിഞ്ഞ് താടിയും മൂക്കും തമ്മിലുള്ള കൂടിക്കാഴ്ചയും കൂടിയൊക്കെ കഴിഞ്ഞ് അയ്യോ ഇങ്ങനെയായി, ഇനി ഉപേക്ഷിക്കാം. അങ്ങനെ ഉപേക്ഷിച്ചാൽ പോരാ, ഇപ്പം തന്നെ ഉപേക്ഷിക്കണം. എന്ന് മാത്രമല്ല തം രാമം ശരണം ഭജ. ആ രാമനെ ശരണം ഭജിക്കുകയും കൂടി വേണം. ശരണായിട്ട് പ്രാപിക്കണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ അതാണ് രാവണന് ഹിതായിട്ടുള്ളത്. നീ അങ്ങനെ പറയുമ്പോൾ നനു ന ഇഷ്യടേ ചേൽ. രാവണൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കണില്ല. അങ്ങനെ ചെയ്യണില്ല എങ്കിൽ പിന്നെ എന്താ ഞാൻ ചെയ്യുക? വിഭീഷണം അഭിഷിഷ്യാമി. ഞാൻ വിഭീഷണനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. രാവണൻ്റെ അനുജനായിരിക്കുന്ന വിഭീഷണനെ അഭിഷേകം ചെയ്യും. എവിടെ വെച്ച്? എവിടെ ഇരുത്തിയിട്ടാണ് അഭിഷേകം ചെയ്യുക? ദശമുഖസ്ഥാനേ അഭിഷിഷ്യാമി. ദശമുഖസ്ഥാനത്തിങ്കൽ വെച്ച് അഭിഷേകം ചെയ്യും. രാവണൻ്റെ സ്ഥാനം ഉണ്ടല്ലോ, ലങ്കാചക്രവർത്തി രാക്ഷസ ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ വിഭീഷണനെ കൊണ്ട് ഇരുത്തി വിഭീഷണനെ അവിടെ അങ്ങനെ ഇരുത്തി അഭിഷേകം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആ ശ്രീരാമചന്ദ്രൻ ആ വാനരചക്രവർത്തിയായിട്ടുള്ള സുഗ്രീവനോട് പ്രകാരം പറഞ്ഞു. പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ.